തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കുവാൻ ഒരു കർത്ത ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ സകല ജഡത്തിലും കടിഞ്ഞൂൽ ഒക്കെയും നിനക്ക് ഇരിക്കണം. മനുഷ്യന്റെ കടിഞ്ഞൂലിനെയോ വീണ്ടെടുക്കണം, അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. വീണ്ടെടുപ്പ് വിലയായി 1 മാസം മേലോട്ട് പ്രായമുള്ളതിന് 5 ശേക്കൽ ദ്രവ്യം കൊടുക്കണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വീണ്ടെടുപ്പ് ഒരു പ്രധാന വിഷയമാണ്. നഷ്ടപ്പെട്ടതിനെ വില കൊടുത്ത് തിരികെ വാങ്ങുന്നതിനാണ് വീണ്ടെടുപ്പെന്ന് സാധാരണ പറയുന്നത്. അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കുന്നതിനും വീണ്ടെടുപ്പെന്ന് പറയാറുണ്ട്. ഈ രണ്ടർത്ഥത്തിലും മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് അനിവാര്യമായിരുന്നു. കാരണം മനുഷ്യർ പാപനിമിത്തം ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയവരും പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടവരുമാണ്. അതിൽ നിന്നും ഒരു വിടുതൽ ലഭിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ കഴിയൂ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് തിരുവചനം പറയുന്നു. മുടിയനായ പുത്രനെ പോലെ നാമും നമ്മുടെ സ്വർഗീയ പിതാവിനെ ദുഃഖിപ്പിച്ചവരും പിതാവിന്റെ ഭവനത്തിൽ നിന്നും അകന്നുപോയവരുമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു; കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങിയെന്നാണ്. നഷ്ടപ്പെട്ടതിനെ തിരികെ കിട്ടിയിരിക്കുന്നു. മരിച്ചവന് വീണ്ടും ജീവൻ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. നാമും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് പുതുജീവൻ നൽകി നമ്മെ ഉയർപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു നിത്യ ജീവൻ നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതും ഈ അർത്ഥത്തിലാണ്. നമുക്ക് പുതിയ ജീവൻ നൽകുവാൻ കർത്താവ് തൻ്റെ ജീവൻ തന്നെ നമുക്കായി നൽകി. വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ലഭിക്കത്തക്കവണ്ണം വളരെ ലളിതമായ ഒരു മാർഗമാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. എന്നിട്ടും അനേകരും അത് ത്യജിച്ച് നിത്യനാശത്തിലേക്ക് പോകുന്നു. പിശാചിന്റെ ബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യന് വീണ്ടെടുപ്പ് അത്യാവശ്യമാണ്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് തീത്തോസ് 2:14 നാം വായിക്കുന്നു. നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനാണ് കർത്താവ് സ്വർഗം വിട്ടിറങ്ങി വന്നത്. മാത്രമല്ല, നമ്മെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. അത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ദൈവ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താലത്രേ. എന്തിനു വേണ്ടിയാണ് ഇത്ര വലിയ ത്യാഗം ചെയ്ത് നമ്മെ വീണ്ടെടുത്തത്? എഫേസ്യർ 4:30 വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ കാലത്തിലെ അല്പസമയ ജീവിതത്തിന് വേണ്ടിയല്ല. ഭാവിയിൽ വലിയൊരു വീണ്ടെടുപ്പ് നാൾ വരുന്നു. ഇവിടെ വീണ്ടെടുപ്പ് ലഭിച്ചവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കൂടെ ലഭിച്ച് കർത്താവിനോടൊപ്പം നിത്യം വസിക്കുവാൻ കഴിയൂ. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രിയരെ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ നഷ്ടപ്പെട്ടവരും പിശാചിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരുമായിരുന്നു. നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി തീർത്തതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന വലിയ വീണ്ടെടുപ്പ് ദിവസത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കർത്ത ദിവസത്തിൽ നമുക്ക് ലഭിച്ച വലിയ വീണ്ടെടുപ്പിനെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പൈശാചിക ബന്ധനത്തിൽ കഴിഞ്ഞവരായിരുന്നു, പാപപാശത്താൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയവരായിരുന്നു. എന്നാൽ ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ അങ്ങേക്ക് ഞങ്ങളിൽ പ്രസാദം തോന്നിയത് കൊണ്ട് സ്തോത്രം. അതിനുവേണ്ടി അവിടുത്തെ പുത്രനെ തന്നെ ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്ത വിലപ്പെട്ട രക്തത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സർവമഹത്വവും ഞങ്ങൾ അങ്ങയുടെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.